ഹായ് ഹലോ ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിലെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാനസ എത്തുന്നുണ്ട് ആൻറ്റിയമ്മയുടെ അടുത്തേക്ക്. അങ്ങനെ ആൻറ്റിയമ്മയോട് പോയി കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, ആൻറ്റിയമ്മേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നത് കൃഷിനെയും കൊണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഏറ്റില്ലേ മോളെ, ഇനി അവൻ്റെ കൂടെ ഇനി ഞാൻ നിന്നെ വിടൂ എന്നൊക്കെ പറയുന്നുണ്ട് മാനസയോട്. ഇന്നലെ ജയമോഹൻ പോയതോടുകൂടി ആകെ ഒരു വിഷമമായിരുന്നു, അതുകൊണ്ടാണ് ചേച്ചിയമ്മയെ വിളിച്ചത് ഇങ്ങോട്ട് ഓടി എത്തിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, അതെ ഇവിടെ അനിയൻ കുട്ടനും സുജാതയും പോയതോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ ആകെ ഒരു പ്രയാസമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വന്നല്ലേ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സ് ചോദിക്കുന്നുണ്ട്, കൃഷി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്ന് രാവിലെ വന്ന് കിടന്നതേ ഉള്ളൂ, നല്ല ഉറക്കമാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോയി ഞാൻ അവനെ ഒന്ന് ഉണർത്തട്ടെ എന്ന് പറഞ്ഞ് മനസ്സ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, വലിയ മോളെ അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അവൻ അങ്ങനെ ഇപ്പോൾ ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കൃഷിൻ്റെ റൂമിനടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കൃഷിൻ്റെ റൂമിലേക്ക് പോയിട്ട് കൃഷിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണനാകെ ദേഷ്യം വരുന്നുണ്ട്. എടി എണീക്ക് എണീക്ക് എണീക്ക്, മാറ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല ഞാൻ മാറില്ല, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും, നീ എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് മാനസ. ഇത് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കൃഷ്ണനാകെ ദേഷ്യം വരുന്നുണ്ട്. എത്ര തള്ളി മാറ്റിയിട്ടും മാനസ തള്ളി മാറാതെ ഇങ്ങനെ അവനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കൺമണി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് പുറത്തൊരു കാറ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓഫീസ് വണ്ടി അല്ലല്ലോ, ഇത് വേറെ ഏതോ കാറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരാ ഇത് ഈ രാവിലെ നേരത്തെ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുണും ഒരാളും ഇറങ്ങി വരുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസറും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വരുണിനെ കണ്ടപാടെ തന്നെ കൺമണിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇവൻ വീണ്ടും വന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്താ കൺമണി എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത് എന്നൊക്കെ ഇട്ട് കളിയാക്കുന്നുണ്ട് കൺമണിയെ. അങ്ങനെ വരുണിൻ്റെ സൗണ്ട് കേട്ട് ധനലക്ഷ്മി ഓടി ഇറങ്ങി വരുന്നു. ആ വരുൺ മോനെ വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതാരാണെന്ന് മനസ്സിലായോ? ഇത് അനിരുദ്ധ് സാർ, ഈ ഏരിയയിലെ CI ആണെന്ന് പറയുന്നുണ്ട്. CI സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയോടും അവളുടെ അച്ഛനോടും പോയി ചെന്ന് പറയുന്നുണ്ട്, അതെ കല്യാണം ഇനി 2 ദിവസം കൂടെ ഉള്ളൂ, നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പോലീസ് പ്രൊട്ടക്ഷനോ, അതെന്തിനാ മോനെന്ന് ചോദിക്കുന്നുണ്ട്. അതേ വേണം, കുറേ പേര് കല്യാണം മുടക്കാനായിട്ട് കുറേ കാത്തിരിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇട്ടൊരു പണി കൊടുക്കാനായിട്ടാണെന്ന് പറയുന്നുണ്ട്. ലളിതമായിട്ടുള്ള രീതിയിലേ കല്യാണം നടക്കുന്നുള്ളൂ, ഈ വീട്ടിൽ വെച്ച് കല്യാണം നടക്കും, രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടല്ല, അവിടെ വലിഞ്ഞു കയറി എല്ലാവർക്കും വരാം. ഇവിടെ വീടാകുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഒരാളും ഒരു ഈച്ച പോലും ഇവിടെ പോലീസിന് അനുവാദമില്ലാതെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധിന് നമ്മുടെ കൺമണിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സാർ ഇതാണ് കൺമണി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന് പറയുന്നുണ്ട്. ഹായ് കൺമണി, എന്നെ ഓർമ്മയുണ്ടോ? കൃഷി സാറിന് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൃഷിനെയും കല്യാണം വിളിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് വരുണും അതുപോലെ തന്നെ അനിരുദ്ധും. അത് കേട്ട് ആകെ ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട് കൺമണി. അങ്ങനെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഡ്രസ്സും പുടവയൊക്കെയാണ്, ഗോൾഡും എല്ലാം ഉണ്ട്, തിങ്കളാഴ്ച ഇത് ഉടുത്തിട്ടായിരിക്കണം, ഇതൊക്കെ അണിഞ്ഞിട്ടായിരിക്കണം നീ ഇവിടെ നിൽക്കേണ്ടത്, ഞങ്ങൾ അച്ഛനും അമ്മയും ഞാനും കൂടെ വരും, താലി കെട്ടും, ഇവിടെ നിന്ന് ഭക്ഷണമൊന്നും വേണ്ട, പിന്നെ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് എല്ലാവർക്കും കൂടെയുള്ള സദ്യ ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലളിതമായി നടത്താനാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഇപ്പോൾ അങ്ങനെ നടത്താൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എടത്തിയമ്മേ, അതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് അലേർട്ടായിട്ട് ഇരിക്കാമെന്ന് കരുതി എന്നൊക്കെ പറയുന്നത്. അതെന്തായാലും നന്നായി, ഒരു CIയുടെ കരുത്തുണ്ടല്ലോ നമുക്ക്, പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കല്യാണമൊക്കെ നടത്താമെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഭാഗ്യം എന്താ വേണ്ടത് കൺമണിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി. പിന്നീട് ധനലക്ഷ്മിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ധനലക്ഷ്മി ഒരുപാട് സന്തോഷത്തോടു കൂടി വാങ്ങുന്നുണ്ട്. അങ്ങനെ അമ്മായിമാരൊക്കെ എവിടെയെന്ന് ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ എവിടെയെങ്കിലും കാണും എന്നൊക്കെയുള്ള രീതിയിൽ നിസ്സാരപ്പെടുത്തി പറയുന്നുണ്ട്. അവർക്കുള്ള ഡ്രസ്സുകളും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവരെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അമ്മായിമാരാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് വേഗം റെഡി ആവുന്നുണ്ട്. അങ്ങനെ അവരെ നെട്ടിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്കുള്ള ഡ്രസ്സും ആഭരണങ്ങളായിട്ടൊക്കെ ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. നിനക്ക് ധനലക്ഷ്മിയോടല്ലേ കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ധനലക്ഷ്മിയോടോ, എനിക്ക് അവരെ അധികം വലിയ വിശ്വാസമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. അതെന്താ, ആ കൺമണിക്ക് കൊടുത്ത 101 പവൻ അത് ധനലക്ഷ്മിക്കുള്ളതാണെന്നല്ലേ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അതെ ഞാൻ അത് വെറുതെ പറഞ്ഞതാ, കൺമണിയെ ആരാണോ എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്, അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണം, അതിനാരാണോ ഞങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത് അവർക്കുള്ളതായിരിക്കും ആ 101 പവൻ. ഇനി അമ്മായിമാരാണ് അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കല്യാണം കഴിഞ്ഞ ആ ദിവസം തന്നെ ഞാനത് നിങ്ങൾക്ക് നൽകും എന്നൊക്കെ പറഞ്ഞ് അവരെ സോപ്പിടുന്നുണ്ട്. അങ്ങനെ അത് കേട്ടപാടെ തന്നെ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതെയോ മോനെ വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിശ്വസിക്കാം, എനിക്ക് ധനലക്ഷ്മി അടുത്തമ്മയെ അധികം വിശ്വാസമില്ല, എനിക്ക് നിങ്ങളോടാണ് വിശ്വാസം, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും സമ്മാനങ്ങളായിട്ട് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എങ്കിൽ ഞങ്ങൾ ഏറ്റു, കൺമണിയെ നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ സാരിയൊക്കെ എടുത്ത് നോക്കി സന്തോഷിക്കുന്നുണ്ട്. സന്തോഷിക്ക്, നാളെ തിങ്കളാഴ്ചത്തോടെ നിങ്ങളുടെ എല്ലാവരുടെ സന്തോഷം തീരും, ഞാൻ ഒക്കെ തന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും,
ഇതേ ആ കൺമണിയുടെ കഴുത്തിലൊന്ന് താലി കെട്ടി കഴിഞ്ഞോട്ടെ, എന്നിട്ടുണ്ട് നിങ്ങൾക്കൊട്ട് ഉള്ള പണി എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട് വരുണ്. പിന്നീട് നമ്മുടെ കൺമണി ആകെ റൂമിനകത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. ദൈവമേ, എല്ലാം കൈവിട്ട് പോവാണല്ലോ, എല്ലാം താളം തെറ്റുകയാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എന്നെ എല്ലാ രീതിയിലും ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് വരുൺ കയറി വരുന്നുണ്ട്. എന്താ കൺമണി, സന്തോഷമായില്ലെന്ന് ചോദിച്ചുകൊണ്ട്. നീയേ എന്നെ പൂട്ടാൻ നോക്കി, പക്ഷെ തിരിച്ച് ഞാൻ നിന്നെ പൂട്ടാനാണ് നോക്കുന്നത്. കണ്ടില്ലേ, പോലീസ് പ്രൊട്ടക്ഷനാണ്, ഒരാളും ഇവിടെ കയറി വരില്ല. പിന്നെ നീ ഇനി ആ കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാനായിട്ട് ശ്രമിച്ചാൽ പിന്നെ നിൻ്റെ അച്ഛൻ, വയ്യാതായ അച്ഛനും ഈ കൂടെയുള്ള ആൾക്കാരും നടു റോട്ടിലേക്ക് ഇറങ്ങും. ഞാൻ ആ ദിവസം തന്നെ ഞാൻ ഇവിടെ കയറി എല്ലാവരെയും തല്ലി ഓടിച്ചിരിക്കും. പിന്നെ സ്വന്തം വീട്ടുകാരെയും കുടുംബത്തെയും പോയി പുറത്താക്കി എന്നുള്ള രീതിയിൽ നിനക്ക് ആ ചീത്തപ്പേരും കൂടി നിനക്ക് കേൾക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ കൺമണിയോട് മുറവിളി കൂട്ടുന്നുണ്ട് വരുൺ. നിനക്ക് എന്തിൻ്റെ പ്രശ്നമാണ്, ഞാൻ അതിലൊരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. നീ സമ്മതിക്കേണ്ടടി, അതൊക്കെ എനിക്ക് നോക്കാനറിയാം. നീ എന്നെ കുറേ കളിപ്പിച്ചു, എന്നെ പൊട്ടനാക്കി, ഞാൻ ഇനി അതിൽ നിന്ന് തരുന്നില്ല. നിങ്ങൾ വലിയ ഹീറോയിസം കാണിച്ചുകൊണ്ട് നടക്കുകയല്ലേ, ഇനി ഞാനാണ് ഇവിടെ ഹീറോ ആവാൻ പോകുന്നത്, നിൻ്റെ കഴുത്ത് താലി കെട്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഇതൊക്കെ കേട്ട് ഗോകുൽ വരുന്നുണ്ട്. എടാ, നീ നിൻ്റെ അപ്പച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കുക, ആവശ്യമില്ലാത്ത ഉപദേശങ്ങളല്ല അവളെ ഉപദേശിക്കേണ്ടത്. എന്നെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയോട് ഗോകുൽ ചെന്ന് പറഞ്ഞിട്ട്, അപ്പച്ചി ഇനി നമ്മൾ എന്ത് ചെയ്യും, ആകെ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, അതേ മോനെ, ഇനി എനിക്ക് ഒരു പിടിയുമില്ല, ഒരു പഴുതുമില്ല നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, എല്ലാ രീതിയിലും അവൻ എന്നെ പൂട്ടിയിരിക്കുകയാണ്, ഇനി ഇതിൽ നിന്ന് എനിക്ക് രക്ഷയില്ല എന്ന് തോന്നുന്നതെന്ന് പറഞ്ഞ് കണ്ണീരോടെ നിൽക്കുന്നുണ്ട് കൺമണി. പിന്നീട് നമ്മുടെ ധനലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് വരുൺ. അതെ, കല്യാണം നിങ്ങളെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് 15,000 രൂപ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ഒരുപാട് സന്തോഷത്തോടെ ഇത് വാങ്ങുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു മോനെ, എന്തായാലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഇനി 2 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. 2 ദിവസം പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കും, ഈ കല്യാണം നടന്നാൽ മാത്രം. കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കുടുംബസമേതം തെരുവിലേക്ക് ഇറക്കാം, ഞാൻ ഇറക്കി വിടും. ഇതേ, ഞാൻ വെറുതെ അല്ല തരുന്നത്, ആ കൺമണി എനിക്ക് കെട്ടാൻ കഴിയണം. കെട്ടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. വരുണിൻ്റെ സ്വഭാവം നിങ്ങൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട് ഒന്ന് പതറുന്നുണ്ട് ധനലക്ഷ്മി. അയ്യോ മോനെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ കൺമണിയോട് അച്ഛനോടും പറയുന്നുണ്ട്. മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ, വയ്യാത്ത ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളോടും പറഞ്ഞിട്ട് അനിരുദ്ധും അതുപോലെ തന്നെ വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ധനലക്ഷ്മിയും പറയുന്നുണ്ട്, അതേ പറഞ്ഞത് കേട്ടില്ലേ വരുൺ, മര്യാദയ്ക്ക് ആ മോളെ അവനിക്ക് കെട്ടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കുടുംബത്തോടെ തെരുവിലിറങ്ങി തെണ്ടാം എന്നൊക്കെ പറഞ്ഞ് കൺമണിയുടെ അച്ഛനോട് ധനലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൃഷ്ണനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയമ്മയോട് പറഞ്ഞിട്ട്, ആൻറ്റിയമ്മ എന്ത് പണിയാണ് ഈ കാണിച്ചത്, ആൻറ്റിയമ്മയല്ലേ പറഞ്ഞത് എൻ്റെയും കൺമണിയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുക എന്നൊക്കെ, എന്നിട്ട് എന്തിനാ ആ മാനസ എൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് ആൻറ്റിയമ്മയ്ക്ക്. കൃഷ്ണ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ആൻറ്റിയമ്മ. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.